നമസ്കാരം, എല്ലാവർക്കും ലിനറ്റ് ടീച്ചേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ശ്രദ്ധിക്കുക, ചോദ്യം വായിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹8,000 at 5% per annum for 4 years എന്ന് വെച്ചാൽ 8,000 രൂപയ്ക്ക് 5% വാർഷിക പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ കണക്കാക്കുക. ക്ലിയർ ആയോ? ചോദ്യം മനസ്സിലായല്ലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. ഇതെങ്ങനെ ഒരു സിമ്പിൾ ട്രിക്കിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൽ നിന്നും പൂജ്യങ്ങളെല്ലാം ഒഴിവാക്കുക. അപ്പം ഇവിടെ നമുക്ക് പൂജ്യം ഒഴിവാക്കാൻ കഴിയുന്ന ഏതിലാണ്? 8,000 നിന്നും പൂജ്യം ഒഴിവാക്കുമ്പോൾ 8. ഓക്കെ, അടുത്ത 5, അടുത്തത് 4. ഓക്കെ, ഇതെല്ലാം കൂടെ ഗുണിക്കുക. 8 5 40, 40 × 4 160. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പൂജ്യം എല്ലാം ഒഴിവാക്കിയിട്ട് ആ ബാക്കിയുള്ള റിമൈനിങ് നമ്പേഴ്സ് എല്ലാം കൂടെ ഗുണിക്കുക. അപ്പോൾ നമുക്കിവിടെ 160 കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര സീറോസ് ഉണ്ടായിരുന്നത്? 3 പൂജ്യം. അതിൽ നിന്ന് 2 പൂജ്യം അങ്ങ് ഒഴിവാക്കുക. 2 പൂജ്യം ഒഴിവാക്കുക. ബാക്കി എത്ര പൂജ്യമുണ്ട്? 1. അതും കൂടി ഉത്തരത്തിൻ്റെ കൂടെ എടുത്തെഴുതുക. ഇത്രയേ ഉള്ളൂ. 1,600 രൂപ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 1,600 രൂപ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. അടുത്ത എക്സാമ്പിൾ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹6,000 at 8% per annum for 5 years ഈസ് എത്രയാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8% വാർഷിക പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് 6,000 രൂപയുടെ സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പൂജ്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എടുത്തെഴുതുക. 6 × 8 × 5. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എളുപ്പം ഗുണിക്കാൻ പറ്റുന്നത് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം 6 8 48 ഗുണിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് ഈസി 8 5 40 അല്ലേ? 8 5 40. 40 × ഈ 6 ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈസി. ക്ലിയർ ആയല്ലോ? ഈ 6 8 48, 47 × 5 എന്ന് പറയുന്നത് ചെയ്യുന്നതിലും നല്ലത്, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എന്താണ്? 8 5 40, 40 × 6 6. ക്ലിയർ ആയോ? അപ്പോൾ ഒരു 0 വരുന്ന നമ്പേഴ്സിലോട്ട് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നോക്കാം, മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പം 6 × 40. അപ്പോൾ 6 4 24, 0 ഇടുമ്പോൾ 240. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് 240. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളെ ക്വസ്റ്റ്യനകത്ത് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്രയാണ്? 3 പൂജ്യങ്ങളുണ്ട്. അതിൽ നിന്ന് 2 പൂജ്യം ഒഴിവാക്കുക. 2 പൂജ്യം ഒഴിവാക്കുക. മനസ്സിലായോ? ബാക്കി എത്ര സീറോ വരും? 1. അതും കൂടെ എടുത്തെഴുതുക. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് വന്നത്? 2,400 രൂപ. ഓക്കെ, ക്ലിയർ? ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹8,000 at 10% per annum for 2 years ഈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10% വാർഷിക പലിശ നിരക്കിൽ 8,000 രൂപയുടെ സാധാരണ പലിശ എത്ര? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ആ ക്വസ്റ്റ്യനിലുള്ള നമ്പേഴ്സിലെ പൂജ്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എടുത്തിരിക്കുക. അപ്പോൾ 8,000 നിന്ന് പൂജ്യം പോകുമ്പോൾ 8, 10 നിന്നും പൂജ്യം പോകുമ്പോൾ 1, പിന്നെ നമുക്കുള്ള 2 ആണല്ലോ. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 8 × 2. അപ്പോൾ 1 × 8 8, 8 2 16. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സീറോസിൽ 2 സീറോസ് ഒഴിവാക്കുക. 2 പൂജ്യങ്ങൾ കളയാം. മൊത്തത്തിൽ ഇവിടെ 4 എണ്ണം ഇല്ലയോ? അപ്പോൾ 10ൻ്റെ ഒരു പൂജ്യം പോയി, 0 പോയി. 8,000ൻ്റെ ഒരു 0 പോയി. റിമൈനിങ് എത്ര വന്ന്? 2 സീറോസ്. അതങ്ങോട്ട് എടുത്തെഴുതുക. ഉത്തരം കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് 1,600 രൂപ. ഓക്കെ, ക്ലിയർ?